26 എത്തുമ്പോൾ ഏറ്റവും മികച്ചൊരു താരനിരയുമായാണ് നഗൽസ്മാൻ എത്തുന്നത്. മുന്നേറ്റത്തിൽ സനയുണ്ട്, മൂസിയലയുണ്ട്, അങ്ങനെ ഒരുപിടി യുവതാരങ്ങളുണ്ട്, ഫ്ലോറിയൻ റിറ്റ്സ് ഉണ്ട്. മധ്യനിരയിലാവട്ടെ ഏറ്റവും മികച്ച താരങ്ങളുണ്ട്. ജോഷുവ കിമിച്ചിനെ പോലെ ഏറ്റവും അഗ്രസീവായിട്ടൊരു ക്യാപ്റ്റനുണ്ട്. അപ്പോൾ എവിടെയാണ് ജർമ്മനിക്ക് ഒരല്പം ആശങ്കയുള്ളത്? മധ്യനിരയിൽ ടോണി ക്രൂസ് ഒക്കെ കളിച്ചൊരു പൊസിഷനുണ്ട്. അവിടെ ഹോൾഡിംഗ് മിഡ്ഫീൽഡറായി കളിക്കാൻ പറ്റുന്ന ഒരു താരം ഇപ്പോൾ നിലവിൽ സ്ക്വാഡിലുണ്ടോ? എങ്ങനെയാണ് ഈ ടീമിലെ വിലയിരുത്തുന്നത്? ജർമ്മനിക്ക് ആ പ്രതാപകാലത്തേക്ക് തിരിച്ചു പോകാൻ ഈ സ്ക്വാഡ് മതിയാകുമോ? ഈ പറഞ്ഞതുപോലെ തന്നെ 2004 ക്ലിൻസ്മാൻ്റെ പ്രൊജക്റ്റ് ഒരു യൂത്ത് പ്രൊജക്റ്റിൽ വന്ന പ്ലേയേഴ്സ് ആയിരുന്നു 2014 ഉണ്ടായിരുന്നത്. അതുവഴിയാണ് അവർ 2014 വേൾഡ് കപ്പ് ചാമ്പ്യൻസ് ആയത്. പക്ഷേ പിന്നീട് ഈ പറഞ്ഞ പോലെ 2018 വേൾഡ് കപ്പിൽ അവർ ആ ഒരു ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് തന്നെ പുറത്തു പോകുന്നു. അതുപോലെ തന്നെ 2022 വേൾഡ് കപ്പിലും അവർ ഞെട്ടിച്ചത് ഒരു ഏഷ്യൻ കൺട്രി ആയിരുന്നു, ജപ്പാൻ. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലായിരുന്നു ജർമ്മനി ഇതുവരെ കടന്നുപോയത്. ഈ ഒരു വേൾഡ് കപ്പ് സീസണിൽ ഇവർക്ക് തിരിച്ചു വരാനാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ക്വാഡ് പുറത്തു വിട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ ഒരുപാട് വിമർശനങ്ങളും കോച്ച് നഗൽസ്മാൻ നേരിട്ടിട്ടുണ്ട്. ഈ ഒരു സ്ക്വാഡിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പണ്ട് കണ്ടിരുന്ന പോലത്തെ അങ്ങനത്തെ സ്റ്റാർ പ്ലെയേഴ്സ് അല്ലെങ്കിൽ ജർമ്മനിൻ്റെ നെടുംതൂണായിരുന്ന ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. ടോണി ക്രൂസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മുള്ളർ ഉണ്ടായിരുന്നു. ഇനി ഡിഫൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോട്ടെങ്, ഹമ്മൽസ് പോലത്തെ ഒരുപാട് പ്ലെയേഴ്സ് ഇപ്പോൾ ജർമ്മൻ നാഷണൽ സ്ക്വാഡിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാലും നമുക്ക് സ്ക്വാഡിനെ പരിചയപ്പെടാം. റിട്ടയർമെൻറ്റ് അറിയിച്ച് വീണ്ടും സ്ക്വാഡിലോട്ട് നഗൽസ്മാൻ തിരിച്ചു കൊണ്ടുവന്ന പ്ലെയറാണ് മാനുവൽ നോയർ. അതുപോലെ തന്നെ ബോമൻ. ഏകദേശം ഇവരുടെ എല്ലാ ക്വാളിഫയേഴ്സ് മാച്ചിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഗോൾ കീപ്പറാണ് ബോമൻ. അതുപോലെ തന്നെ ന്യൂബലുമാണ് ഈ ഒരു ഗോൾ കീപ്പിങ്ങിലുള്ളത്. പക്ഷേ വിമർശനം നേരിടുന്നത് ഈ ഒരു സംഭവം തന്നെയാണ്. നോയറിനെ എന്തിന് തിരിച്ചു കൊണ്ടുവന്നു? അത്ര കൺസിസ്റ്റൻ്റ് ആയിരുന്നു നോയർ ഈ ഒരു ബയൺ മ്യൂണിക്കിൻ്റെ ഈ ഒരു സീസണിൽ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ക്വാളിഫയേഴ്സ് മാച്ചിൽ ജർമ്മനിക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിരുന്ന ഒരു ഗോൾ കീപ്പറായിരുന്നു ബോമൻ. ആളെന്തുകൊണ്ട് ഫസ്റ്റ് ഗോൾ കീപ്പറായി പരിഗണിക്കുന്നില്ല എന്നൊരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു പൊസിഷനിൽ നേരിടേണ്ടി വരുന്നുണ്ട് ജർമ്മനി. അതുപോലെ തന്നെ ഇനി ഇവരുടെ ഫുൾ ബാക്ക് പൊസിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും ചോദ്യചിഹ്നമായിട്ടുള്ള പൊസിഷൻ എന്ന് പറയുന്നത് റൈറ്റ് ബാക്ക് ആണ്. യെസ്, ക്യാപ്റ്റൻ ആവാൻ പോകുന്ന ജോഷുവ കിമ്മിച്ച് റൈറ്റ് ബാക്ക് പൊസിഷനിലുണ്ട്. പക്ഷേ ആരാണ് അവിടെ ഒരു ബാക്കപ്പിനുള്ളത് എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട്. ഫിലിപ്പ് ലാമിനെ പോലത്തെ ലെജൻസ് കളിച്ച പൊസിഷനാണ് ജർമ്മനിൻ്റെ റൈറ്റ് ബാക്ക് പൊസിഷൻ. ഇനി ലെഫ്റ്റ് ബാക്കിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല അറ്റാക്കിംഗ് ആയിട്ടുള്ള ലെഫ്റ്റ് ബാക്സ് തന്നെയാണ് ജർമ്മനിക്കുള്ളത്. ഡേവിഡ് റോമിനെ പോലത്തെയും അതുപോലെ തന്നെ നെത്താനിയൽ ബ്രൗണിനെ പോലത്തെ ഫ്രാങ്ക്ഫർട്ടിന് വേണ്ടി ബ്രില്യൻ പെർഫോമൻസ് നടത്തിയ ഒരു ലെഫ്റ്റ് ബാക്ക് തന്നെയാണ് നെത്താനിയൽ ബ്രൗൺ. ഇനിയാണ് ഇവരുടെ സെൻറ്റർ ബാക്ക് പൊസിഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് പ്ലെയേഴ്സ് ഒരുപാട് കാലം ജർമ്മനിയുടെ കോൺക്രീറ്റ് ഡിഫൻസ് ആയിരുന്ന രണ്ട് പ്ലെയേഴ്സ് ആയിരുന്നു, ജെറോം ബോട്ടാങ്ങും അതുപോലെ തന്നെ മാഡ് ഹമ്മൽസും. അവർക്ക് പകരമാണ് നിക്കോ സ്ലോട്ടർബെക്കും അതുപോലെ തന്നെ ജൊനാത്തൻ ടായ പോലത്തെ ഡിഫൻസ് ഇപ്പോൾ ജർമ്മനിയുടെ കൂടെ ഉള്ളത്. പക്ഷേ എന്നാലും അവിടെ ഒരു വിമർശനം നേരിട്ടത് ആൻ്റണി റൂഡിഗറിനെ എടുക്കുന്നതിന് പകരം എന്തുകൊണ്ട് ആ പൊസിഷനിൽ കേപ്പബിൾ ആയിട്ടുള്ള മറ്റൊരുപാട് പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു, അവരെന്തുകൊണ്ട് പരിഗണിച്ചില്ല? ബിസെക്കിനെ പോലത്തെ ഇന്റർ മിലാനാണ് സിരിയ ചാമ്പ്യൻസ്, ബിസെക്കിനെ പോലത്തെ പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് ബിസെക്കിനെ പരിഗണിച്ചില്ല എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ മാലിക് താവ്, ന്യൂ കാസൽ യുണൈറ്റഡ് ഡിഫൻഡറാണ് മാലിക് താവ്. ഈ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് തന്നെ 4 ഗോളുകൾ ന്യൂ കാസലിന് വേണ്ടി പ്രീമിയർ ലീഗിൽ സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു ഡിഫൻഡറാണ് ആൻറ്റൺ, ബൊറോഷ്യ ഡോർട്ട്മുണ്ട് താരമാണ് ആൻറ്റൺ. ഇനി ഇവരുടെ ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ടോണി ക്രൂസ് ഒരുപാട് കാലം ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പൊസിഷനാണ് ജർമ്മനിയുടെ ഡിഫെൻസീവ് മിഡ്ഫീൽഡ്. ആ സ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത് പാസ്കൽ ഗ്രോസ്. ആള് 34ാമത്തെ വയസ്സിലാണ് വേൾഡ് കപ്പ് ഡെബ്യൂ നടത്തുന്നത്. അതുപോലെ തന്നെ സ്റ്റില്ലർ. ഇനി മറു സൈഡിലാണെങ്കിൽ പാവ്ലോവിച്ച് ഉണ്ട്. പാവ്ലോവിച്ച് ബയൺ മ്യൂണിക്കിന് വേണ്ടി മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ച ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡറാണ് പാവ്ലോവിച്ച്. അതുപോലെ തന്നെ മെയ്ച്ച എന്ന് പറയുന്ന ബൊറോഷ്യ ഡോർട്ട്മുണ്ട് താരവും ഇവരുടെ കൂടെ ഡിഫെൻസീവ് മിഡ്ഫീൽഡുണ്ട്. ഇനി അറ്റാക്കിംഗ് സൈഡിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ജമാൽ മുസിയാല ഉണ്ട്. യൂറോ 2024 മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ച പ്ലെയറാണ് ജമാൽ മുസിയാല. അതുപോലെ തന്നെ 2022 വേൾഡ് കപ്പിൽ ഈവൻ ദോ ജർമ്മനി ആ ഒരു ഗ്രൂപ്പ് സ്റ്റേജിൽ പുറത്തായെങ്കിൽ പോലും 34ഓളം ഡ്രിബിളുകൾ ആ ഒരു ഗ്രൂപ്പ് സ്റ്റേജിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലെയറാണ് ജമാൽ മുസിയാല. ആൻഡ് ഈ യൂറോ 2024 നമ്മൾ ജമാൽ മുസിയാല, കായ് ഹാവർട്സ് ആൻഡ് വ്രിറ്റ്സിൻ്റെ ഒക്കെ ഒരു ബ്രില്യൻ കോമ്പിനേഷൻ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ലെവലിംഗ് എന്ന് പറഞ്ഞ താരവും ഈ ഒരു സൈഡിലുണ്ട്. ഇനി ഇവരുടെ മിഡ്ഫീൽഡിൽ, അതായത് സെൻറ്റർ മിഡ്ഫീൽഡിൽ കായ് ഹാവർട്സ്, ആൾ സ്ട്രൈക്കർ പൊസിഷനും കളിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. ആൻഡ് കായ് ഹാവർട്സ് നമുക്കറിയാം ഇന്നലെ നടന്ന ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ആർസണലിൻ്റെ ഏക ഗോൾ
നേടിയ പ്ലെയറാണ് കായ് ഹാവർട്സ്. അതുപോലെ തന്നെ ഗൊറേറ്റ്സ്ക ഉണ്ട്, നദീം അമീരി ഉണ്ട്. ഇനി റൈറ്റ് മിഡ്ഫീൽഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിറ്റ്സ് ഉണ്ട്, ലെനാർഡ് കാൾ ഉണ്ട്. ലെനാർഡ് കാളിനെ കുറിച്ച് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു താരം തന്നെയാണ് ലെനാർഡ് കാൾ. ഒരു ഇമ്പാക്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആവാൻ ചാൻസ് ഉള്ള ഒരു താരമാണ് കാൾ. 18 വയസ്സേ ആയിട്ടുള്ളൂ. 26 അപ്പിയറൻസ് ബുണ്ടസ് ലീഗയിൽ ബയൺ മ്യൂണിക്കിൽ നടത്തിയതിൽ വെച്ചിട്ട് 5 ഗോളും 5 അസിസ്റ്റും ഈ 18 വയസ്സിനടക്ക് തന്നെ ലെനാർഡ് കാൾ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ലെറോയ് സനെ ഇവിടെയും നേരിടുന്ന വിമർശനം എന്തുകൊണ്ട് അഡേമിയെ പോലത്തെ ഒരു പ്ലെയർ, അല്ലെങ്കിൽ സെയ്ദൽ മാലയെ പോലത്തെ ഒരു പ്ലെയർ, അല്ലെങ്കിൽ കെവിൻ ഷാഡിയെ പോലത്തെ ബ്രെൻഫോർഡിന് വേണ്ടി ബ്രില്യൻ പെർഫോമൻസ് കാഴ്ചവെച്ച പ്ലെയേഴ്സിന് എന്തുകൊണ്ട് ലെറോയ് സാനയ്ക്കും അതുപോലെ തന്നെ ഗൊറെറ്റ്സ്കയ്ക്ക് പകരവും പരിഗണിച്ചില്ല എന്നുള്ളതാണ്. ഇനി ഇവരുടെ സ്ട്രൈക്കിംഗ് പൊസിഷനിൽ വോൾമാർഡെ ഈ ഒരു ജർമ്മനി കളിച്ച ക്വാളിഫയിങ് മത്സരത്തിൽ 5 ഗോളുകളോളം വോൾമാർഡെ സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡെനിസ് ഉണ്ടാവ ഈ ഒരു സീസണിൽ ആള് 19 ഗോളും 6 അസിസ്റ്റും നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബൊറോഷ്യ ഡോട്ട്മുണ്ട് താരം ബെയർ. ഇതാണ് ജർമ്മനിയുടെ ഇപ്പോഴത്തെ ഒരു സ്ക്വാഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇതാണ് ഈ ഒരു വേൾഡ് കപ്പിൽ അവർ മിനിമം റൗണ്ട് ഓഫ് 16 കടക്കണം, എന്നാലേ ആ ഒരു 2018 നിന്നും 2022 നിന്നും ജർമ്മനിക്കൊരു വ്യത്യാസമുണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. യെസ്, ഇക്കുറി ജർമ്മനി രണ്ടും കൽപ്പിച്ചു തന്നെയാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം 2014 ആ ലോകകപ്പ് കിരീടം ചൂടിയതിന് ശേഷം 2018-ലും 2022-ലും അവർക്ക് കാലിടറുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഈ 2026-ലേക്ക് വരുമ്പോൾ അവർക്ക് ആ പ്രതാപകാലത്തേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. നമുക്കറിയാം, മികച്ച യുവനിര ഇപ്പോൾ സനയെ പോലെ അല്ലെങ്കിൽ മൂസിയലെ പോലെയുള്ള മികച്ച താരങ്ങൾ, ഫ്ലോറിയൻ റിറ്റ്സിനെ പോലെയുള്ള മികച്ച താരങ്ങൾ അവർക്കുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് പരിശീലകനായി നഗൽസ്മാൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ജർമ്മനിയെ നമുക്ക് ഒരിക്കലും ഈ കൊല്ലം എഴുതി തള്ളാൻ കഴിയില്ല എന്നുള്ളതാണ്. ഏറ്റവും മികച്ചൊരു ടീമുമായി തന്നെയാണ് ജർമ്മനി എത്തുന്നത്. അവർക്ക് കടങ്ങൾ അല്പം വീട്ടേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് സ്പോർട്സ് ഡെസ്കിൽ സഫാൻ റാഷിദും കൂടെ നമ്മളോടൊപ്പം ഉണ്ട്. സഫാൻ്റെ അടുത്തേക്ക് കൂടി പോവാം. സഫാൻ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2014 ശേഷം 2017 കോൺഫെഡറേഷൻ കപ്പിൽ ജർമ്മനി കിരീടം ചൂടുന്നു. അതിനുശേഷം ഇങ്ങോട്ട് ജർമ്മൻ ടീമിൻ്റെ ഒരു പതർച്ചയാണ് നമ്മൾ കണ്ടത്. ജർമ്മൻ ടീമിന് കാലിടുന്നതാണ് കണ്ടത്. ആ ഒരു വീഴ്ചയെ, ആ ഒരു പ്രതാപകാലത്ത് നിന്നുള്ള ജർമ്മൻ ടീമിൻ്റെ വീഴ്ചയെ എങ്ങനെ കാണണം? ഒപ്പം തന്നെ അവർക്ക് ആ പ്രതാപകാലത്തേക്ക് തിരിച്ചു പോകാൻ നഗൽസ്മാനെ പോലൊരു പരിശീലകൻ്റെ കീഴിൽ കഴിയുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? നമ്മളൊരു 2000 മുതൽ 2015 വരെയുള്ള കാലഘട്ടം എടുത്താൽ യൂറോപ്പിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ടീമായിരുന്നു ജർമ്മനി. കാരണം 2002 വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ അവരുണ്ട്. 2006-ലും 2010-ലും സെമിയിലാണ് അവർ പോയത്. 2014 അവർ ചാമ്പ്യന്മാരാവുകയും ചെയ്തു. കൂടാതെ 2008 യൂറോയിലും അവർ ഫൈനലിലുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം നമ്മൾ കാണുന്നത് ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു തകർച്ചയാണ് ജർമ്മൻ ഫുട്ബോളിൻ്റെ. കാരണം 2018-ലും 2022-ലും നേരത്തെ പറഞ്ഞ പോലെ അവർ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായി. അതിൽ തന്നെ 2 ഏഷ്യൻ രാജ്യങ്ങളോടാണ് അവർ തോറ്റത്. 2018-ൽ ദക്ഷിണ കൊറിയയോടും 2022-ൽ ജപ്പാനോടും. അപ്പോൾ നമ്മൾ ജർമ്മൻ ഫുട്ബോളിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ ഈ ബ്രസീൽ അല്ലെങ്കിൽ അർജന്റീന ആരാധകരുടെയൊക്കെ ഒരു പേടി സ്വപ്നമായിരുന്നു ജർമ്മനി എന്ന് പറയുന്നത്. കാരണം 2006-ലും 2010-ലും 2014-ലും അർജന്റീനയെ തോൽപ്പിക്കുന്ന ജർമ്മനിയാണ്. ബ്രസീലിൻ്റെ കാര്യമാണെങ്കിൽ നമുക്കറിയാം, 2014 ലോകകപ്പിൽ ഒരു 7-1 എന്ന് പറയുന്ന വലിയ സ്കോറിന് തോറ്റൊരു ഭീകരരാത്രിയും ആരാധകർക്ക് ഓർമ്മയുണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് ജർമ്മൻ ഫുട്ബോൾ തകർന്നത് എന്നത് നമ്മൾ അല്ലെങ്കിൽ ഒരു ഒറ്റവാക്കിൽ ഉത്തരം പറയാൻ പറ്റുന്നൊരു സംഭവമല്ല. കാരണം 2014 വേൾഡ് കപ്പിൽ അവരിലുണ്ടായിരുന്ന ഒരുപാട് താരങ്ങൾ, പ്രത്യേകിച്ചും അവരുടെ ക്യാപ്റ്റൻ ഫിലിപ്പ് ലാം എന്ന് പറയുന്ന ഒരു വലിയൊരു ടൈക്കൂണായിട്ടുള്ളൊരു താരം ആ ഒരു ലോകകപ്പോടെ പടിയിറങ്ങി. കൂടാതെ മിഡ്ഫീൽഡിൽ അവരുടെ ഒരു പ്രതാപകാലത്ത് എഞ്ചിനായിരുന്നു ബാസ്റ്റിൻ ഷോയിൻസ്റ്റേഗർ എന്ന് പറയുന്നത്. അദ്ദേഹം വിരമിച്ചു. പിന്നെ നമുക്കറിയാം, നമ്മൾ വേൾഡ് കപ്പ് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നൊരു പേരായിരുന്നു മിറോസ്ലാവ് ക്ലോസെ എന്ന് പറയുന്ന ഒരു പ്രോപ്പർ നമ്പർ 9 എന്നൊക്കെ പറയാം. അദ്ദേഹം വേൾഡ് കപ്പിൽ എക്കാലത്തെയും മികച്ച ഗോൾ സ്കോറാണ്. അപ്പോൾ അദ്ദേഹവും 2014 വേൾഡ് കപ്പോടെ വിരമിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ ഇങ്ങനെ 3 പ്രധാനപ്പെട്ട താരങ്ങളുടെ മിസ്സിംഗ് ജർമ്മനിക്ക് വലിയ രീതിയിൽ ദോഷം ചെയ്തിട്ടുണ്ട്. പിന്നീട് 2014 വേൾഡ് കപ്പിൽ അവരുടെ കീ പ്ലെയേഴ്സായിരുന്ന പലരും, ഉദാഹരണമായിട്ട് മെസ്യൂട്ട് ഓസിൽ 2014 അവരുടെ ഒരു കീ പ്ലെയർ ആയിരുന്നു. അതുപോലെ തോമസ് മുള്ളർ. ഈ 2 പേരും 2018 വേൾഡ് കപ്പ് എത്തുന്ന സമയമായപ്പോഴേക്കും അവരുടെ ഒരു ഫോമൊക്കെ ഡിപ്പാവുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. കൂടാതെ അവരുടെ കോച്ച് യോക്കിം ലോ എന്ന് പറയുന്നത് ദീർഘകാലം, അതായത് ക്ലിൻസ്മാന് ശേഷമുള്ള ദീർഘകാലം ജർമ്മനിയെ പരിശീലിപ്പിച്ച കോച്ചായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ എതിർ ടീമുകൾ പഠിച്ചെടുത്തു എന്നാണ് പറയുന്നത്. അദ്ദേഹം പുതിയ ശൈലികൾ, അതായത് 2018 വേൾഡ് കപ്പിലൊന്നും അദ്ദേഹം ഒരു പുതിയ ശൈലിക്ക് മുതിരാതെ തൻ്റെ ഒരു പോയ കാലത്തെ ശൈലിയിൽ തന്നെ വിശ്വാസം അർപ്പിച്ചതാണ് ടീമിന് വിനയായത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ 2018 ശേഷം വലിയ വിമർശനമായിരുന്നു ജർമ്മൻ ടീമിനെതിരുണ്ടായിരുന്നത്. അവിടുത്തെ ജർമ്മൻ പത്രങ്ങൾ ജർമ്മൻ ഫുട്ബോൾ മരിച്ചു എന്ന രീതിയിലൊക്കെ 1-ാം പേജിൽ തലക്കെട്ടിട്ടൊക്കെ നമ്മൾ ഓർമ്മയുണ്ട്. അപ്പോൾ കോച്ച് ജോംകിം ലോയുടെ ഒരു പരാജയം കാരണമാണ്. പിന്നെ നമ്മൾ പൊതുവെ എല്ലാ രാജ്യങ്ങളും പിന്നോക്കം പോകുമ്പോൾ പറയുന്നൊരു കാരണമുണ്ട്, അവരുടെ യൂത്ത് സിസ്റ്റം, അതായത് പുതിയ താരങ്ങളെ എത്തിക്കുന്നതിൽ അവർക്കുണ്ടായ ഒരു പരാജയം എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് യോക്കിം ലോയ്ക്ക് ശേഷമുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഹാൻസി ഫ്ലിക്ക് അദ്ദേഹം ഇടക്കാലത്ത് പരിശീലകനായി വന്നിരുന്നു. ഹാൻസി ഫ്ലിക്ക് എന്ന് പറയുന്നത് അതിഗംഭീരമായൊരു പരിശീലകനാണ്. അദ്ദേഹം
ബയേണിനെ ചാമ്പ്യൻസ് ലീഗ് അടക്കമുള്ള ട്രബിൾ അടിപ്പിച്ചൊരു പരിശീലകനാണ്. പക്ഷേ അദ്ദേഹത്തിന് ജർമ്മൻ ടീമിൽ വിചാരിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ നമുക്കറിയാം. അദ്ദേഹം ഇപ്പോൾ ബാഴ്സലോണയുടെ കോച്ചാണ്. അദ്ദേഹം ഹൈ ഡിഫൻസീവ് ലൈനൊക്കെ പോലെയുള്ള ഹൈ റിസ്ക് ആയിട്ടുള്ള ടാക്ടിക്സാണ് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ അത്തരം ശൈലികൾ ജർമ്മൻ ടീമിന് പെട്ടെന്ന് ഒത്തുപോകാൻ സാധിച്ചില്ല. അതായിരുന്നു 2022 ലോകകപ്പിൽ ജർമ്മനിയുടെ തകർച്ചയ്ക്കുള്ള പ്രധാന കാരണം. അതിനുശേഷം ജർമ്മനിയുടെ ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി ഒരു പരിശീലകനെ പുറത്താക്കുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ ഹാൻസി ഫ്ലിക്ക് പുറത്തു പോകുന്നു. പിന്നീടാണ് ഈ നാഗൽസ്മാൻ എന്ന് പറയുന്ന പരിശീലകൻ വരുന്നത്. ഈ നാഗൽസ്മാനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു ഫുട്ബോളറായി കരിയർ തുടങ്ങിയ ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിന് കാൽമുട്ടിനായിട്ടൊരു പരിക്കിനെ തുടർന്ന് 20-ാം വയസ്സിൽ കളി നിർത്തേണ്ടി വന്നു. പിന്നീട് അദ്ദേഹം പരിശീലകനായിട്ട് വീണ്ടും ഫുട്ബോളിൽ തന്നെ കരിയർ തുടരുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം തോമസ് ടുഹേൽ എന്ന് പറയുന്ന ഇന്നത്തെ ഇംഗ്ലണ്ട് കോച്ചിൻ്റെ കൂടെ അദ്ദേഹം പരിശീലക കരിയർ ആരംഭിക്കുന്നു. പിന്നീട് അദ്ദേഹം ജർമ്മൻ ലീഗിലെ ഒഫേൻമെ എന്ന് പറയുന്ന ഒരു റെലഗേഷൻ സോണിലുണ്ടായിരുന്ന ഒരു ക്ലബിനെ ചാമ്പ്യൻസ് ലീഗിലേക്ക് ഉയർത്തുന്നു. പിന്നീട് RB ലൈപ്സിഗ് എന്ന് പറയുന്ന ഒരു ആവറേജ് ടീമിനെയും കൊണ്ട് അദ്ദേഹം ചാമ്പ്യൻസ് ലീഗ് സെമിയിലേക്ക് എത്തുന്നു. പിന്നീട് അദ്ദേഹം ജർമ്മനിയിലെ ഏറ്റവും വലിയ ടീമായിട്ടുള്ള ബയൺ മ്യൂണിക്കിനൊപ്പം ചേരുന്നു. ബയൺ മ്യൂണിക്കിനെ അവിടുത്തെ ബുണ്ടസ് ലീഗ് വിജയിപ്പിക്കുന്നു. പക്ഷേ അദ്ദേഹം എന്തോ ബയൺ മ്യൂണിക്കിൻ്റെ മാനേജ്മെൻറ്റുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം കാരണം അദ്ദേഹം ആ കോച്ചിങ് ഉപേക്ഷിച്ചതിന് ശേഷമാണ് ജർമ്മൻ പരിശീലകനാകുന്നത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പോഴും ആകെ 38 വയസ്സേ ഉള്ളൂ. അതായത് നമ്മൾ ടീമിലുള്ള അവരുടെ ഗോൾ കീപ്പർ മാനുവൽ ന്യൂർ പോലും ഈ കോച്ചിനേക്കാൾ സീനിയറാണ് എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം ഒരു മോഡേൺ കോച്ചാണ്. ഇപ്പോൾ ഗ്രൗണ്ടിൽ കൃത്യമായിട്ട് വലിയ സ്ക്രീനിൽ LED വെച്ചിട്ട് കളിക്കാരുടെ ഡാറ്റയൊക്കെ അനലൈസ് ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കോച്ചാണ്. കൂടാതെ അദ്ദേഹത്തിന് ഈ ഒരു ടാക്ടിക്കൽ കടുംപിടുത്തമില്ല എന്നാണ് പറയുന്നത്. അതായത് ഏത് സാഹചര്യത്തിലും ഏത് രീതിയിലേക്കും ടീമിനെ മാറ്റാനാകുന്ന ഒരു പരിശീലകൻ കൂടിയാണ് നാഗൽസ്മാൻ എന്ന് പറയുന്നത്. ഹരി, യെസ്, നഗൽസ്മാന് കീഴിൽ ജർമ്മനി ഇക്കുറി തീർച്ചയായും ലോകകപ്പിൻ്റെ ഒരു കിരീടത്തിലേക്ക് തന്നെയായിരിക്കും ലക്ഷ്യമിടുന്നത്. നമുക്കറിയാം ജോക്കിം ലോയ്ക്കും അതോടൊപ്പം തന്നെ ഹാൻസി ഫ്ലിക്കിനും ശേഷമാണ് നഗൽസ്മാൻ ജർമ്മൻ ടീമിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നത്. അതിനുശേഷം ജർമ്മൻ ടീം ഒരു മികച്ച പ്രകടനമാണ് പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നഗൽസ്മാൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡും ജർമ്മൻ ടീമിലെ യുവതാരങ്ങളുടെ കരുത്തും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ഈ കുറി ലോകകപ്പിലെ ഫേവറേറ്റ്സുകൾ ഒന്നായി ജർമ്മനിയെ തന്നെ വിലയിരുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ജർമ്മനിയുടെ ഒരു ലോകകപ്പിൻ്റെ ഒരു റെക്കോർഡ് ഒന്ന് പരിശോധിച്ച് നോക്കാം. യെസ്, ജർമ്മനിയുടെ ലോകകപ്പ് റെക്കോർഡുകളാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. ആകെ കളിച്ച മത്സരങ്ങൾ എന്ന് പറയുന്നത് 112 എണ്ണമാണ്. 21 ലോകകപ്പിലാണ് ജർമ്മനി പങ്കെടുത്തിട്ടുള്ളത്. അതിൽ 112 മത്സരങ്ങൾ അവർ കളിച്ചു. അതിൽ ജയിക്കാനായത് 68 എണ്ണത്തിലാണ്. സമനിലയായത് 21 മത്സരങ്ങളാണ്. പക്ഷേ 23 മത്സരങ്ങളിൽ അവർ തോൽവി വഴങ്ങി. നേടിയ ഗോളുകളാവട്ടെ 232 വഴങ്ങിയ ഗോളുകൾ 130 നേടിയ ഗോളുകൾ 232 എന്ന് പറയുമ്പോൾ എത്ര മനോഹരമായ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീമാണ് ജർമ്മനി എന്ന് നമുക്ക് കൃത്യമായി അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. യെസ്, 4 തവണ ലോകകപ്പ് ചാമ്പ്യന്മാരായ ടീമാണ് ജർമ്മനി. 1954-ലും 1974-ലും 1990-ലും ശേഷം 2014-ലും 8 തവണയാണ് അവർ ലോകകപ്പ് ഫൈനൽ കളിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ ആ ഒരു ജർമ്മൻ ടീമിൻ്റെ ആ ഒരു എന്താ പറയുക, അവരെത്ര കൃത്യമായി എത്ര ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് ലോകകപ്പ് വേദികളിൽ പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ കളിക്കുന്നത് എന്നുള്ളത് ഈ ഒരു ട്രാക്ക് റെക്കോർഡിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പക്ഷേ 2014-ന് ശേഷം അവർക്ക് അല്പം കാലിടറി എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ 26-ലേക്ക് വരുമ്പോൾ അവർ രണ്ടും കൽപ്പിച്ച് തന്നെയായിരിക്കും എത്തുക എന്നുള്ളതിൽ ഒരു സംശയവും നമുക്ക് പറയേണ്ടതില്ല. യെസ്, ഇനി ജർമ്മനിയുടെ മത്സരങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ജർമ്മനിയുടെ ആദ്യ മത്സരം വരുന്നത് കുർസാവോക്കെതിരെയാണ്. ജൂൺ 14-ന് രാത്രി 10:30-നാണ് ആ മത്സരം. രണ്ടാം മത്സരത്തിൽ ഐവറി കോസ്റ്റിനെയാണ് ജർമ്മനി നേരിടുന്നത്. ജൂൺ 21-ന് പുലർച്ചെ 1:30-ന്. മൂന്നാം മത്സരം വരുന്നത് ഇക്വഡോറിനെതിരെയാണ്. ജൂൺ 26-ന് 1:30-ന്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജ് നോക്കുമ്പോൾ ജർമ്മനിക്ക് ഒരു പ്രയാസമില്ലാത്തൊരു ഗ്രൂപ്പ് സ്റ്റേജ് തന്നെയാണ്. പക്ഷേ നമുക്കറിയാം ജർമ്മനി കഴിഞ്ഞ ലോകകപ്പിലും അതിന് മുന്നത്തെ ലോകകപ്പിലൊക്കെ ഗ്രൂപ്പ് സ്റ്റേജ് കടക്കാൻ അല്പം പ്രയാസപ്പെടുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ ഒട്ടും നമ്മൾ എഴുതി തള്ളുന്നില്ല ഒരു ടീമിനെയും. എല്ലാ ടീമും ഒരു തുല്യ ശക്തർ തന്നെയാണ്. അപ്പോൾ അനായാസം ജർമ്മനി ഈ ടീം വെച്ച് ഗ്രൂപ്പ് സ്റ്റേജ് കടക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇക്കുറി ജർമ്മനി കിരീടത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല.